നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ മഴതോറും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ അലീന തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് കൃഷ്ണമോൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കൃഷ്ണമോൾ എന്താണെങ്കിലും അലീനയെ പറഞ്ഞയക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ അലീനയെ പറഞ്ഞയക്കാൻ സമ്മതിക്കുന്നില്ല. അലീനയെ തൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് അംഗീകരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് ബാലചന്ദ്രൻ്റെ കൂടെ കൃഷ്ണയെ തീരുമാനിക്കുന്നത് കേട്ടോ. അങ്ങനെ അലീനയെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ബാലചന്ദ്രൻ ഒരുപാട് നിബന്ധനകളൊക്കെ മനുവിൻ്റെ അടുത്ത് പറഞ്ഞ് അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു അതൊക്കെ വൈജിയോട് വന്ന് പറയുകയും അലീന ഇല്ലാതെ കൃഷ്ണയും ബാലചന്ദ്രനും വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് തീരുമാനം എന്ന് പറയുമ്പോൾ കൃഷ്ണ അങ്ങനെ ഒരിക്കലും പറയില്ല എന്നാണ് വൈജ പറയുന്നത്. പക്ഷേ കൃഷ്ണയുടെ തീരുമാനം അത് തന്നെയാണ് ആൻറ്റി. കൃഷ്ണ പറയുന്നത് അച്ഛൻ പറയുന്നത് പോലെ തന്നെ അലീന ചേച്ചി ഇല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് കൃഷ്ണയും പറയുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് കൃഷ്ണയോട് സംസാരിക്കണം എന്ന് പറയാട്ടോ. അവർ വരും ആൻറ്റി, അവർ ഇവിടെ വരുമ്പോൾ ആൻറ്റി സംസാരിച്ചോ എന്ന് പറയണം. അല്ലാതെ ഇതിനൊരു തീരുമാനമാവില്ല. ആൻറ്റിയുടെ തീരുമാനമാണ് അറിയേണ്ടത്. അലീന ഇല്ലാതെ അവർ ഇങ്ങോട്ടേക്ക് വരത്തില്ല. ഇനി അലീന അഥവാ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അലീനയുടെ നേരെ ഒരു ശബ്ദവും ഉയർത്താൻ പാടില്ല. അലീനയോട് ഇതുപോലെ പോരെടുക്കാൻ പാടില്ല. അലീനയെ ഇനി മേലിൽ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടുത്തെ ന്യായമാണ്? ഒരു വീട്ടുവേലക്കാരിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയോട് യുദ്ധത്തിനിറങ്ങിയേക്കുന്ന ഭർത്താവ്. അങ്ങനെയാണെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ട എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് പ്രശ്നമൊന്നുമില്ലായിരിക്കും, അങ്കിളിന് തീരെ പ്രശ്നമൊന്നുമില്ല. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്കിള് വേറൊരു വീടെടുക്കും, അവിടെ താമസിക്കും. അങ്കിളും അലീനയും കൃഷ്ണമോളും കൂടെ താമസിക്കും. അവരൊരിക്കലും പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി അടി കിട്ടിയതുപോലെ ആവുകയാണ്. അങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത്? ബാലചന്ദ്രൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്നത്? അവളെ ഞാൻ പറഞ്ഞയക്കാൻ പറഞ്ഞല്ലാണ്ട് പറഞ്ഞയച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്? അങ്കിളിൻ്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അങ്കിളിനെ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ആൻറ്റി ചെയ്യുന്നത്? അലീന ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അലീന അല്ല ഈ വീട്ടിലെ പ്രശ്നം, അത് ആദ്യം മനസ്സിലാക്കുക എന്നൊക്കെ മനു പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനു, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് അത്രക്ക് ദണ്ണാണെങ്കിൽ നീ അവളെ അങ്ങോട്ട് കെട്ടിക്കോടാ എന്ന് പറയുമ്പോൾ ഞാൻ കെട്ടുന്നതും കെട്ടാത്തതും ആൻറ്റി തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമാണ് എനിക്ക് അലീനയെ. അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന് മനു തറപ്പിച്ച് പറയട്ടോ വൈജയന്തിയുടെ അടുത്ത്. നിൻ്റെ അമ്മ ഇതറിഞ്ഞാൽ വല്ലാണ്ട് സമ്മതിക്കുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആരുടെ സമ്മതവും വേണ്ട. ഞാനൊരു പ്രായപൂർത്തിയായ ഒരു യുവാവാണ്. എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ട്. എൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ എനിക്ക് പറ്റുകയും ചെയ്യും. ഞാനിപ്പോൾ വന്നത് ആൻറ്റിയുടെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണയും അലീനയും അതുപോലെ അങ്കിളും തിരിച്ചു വരണം എന്ന് ആൻറ്റിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ന്യായങ്ങളൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വൈജ വീണ്ടും പറയുന്നുണ്ട് എൻ്റെ മോളും ബാലചന്ദ്രനും തിരിച്ചു വന്നോട്ടെ, അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ശരി, ഞാൻ ഈ വിവരങ്ങളൊക്കെ അങ്കിളിനെ അറിയിക്കാം. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആൻറ്റി എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മനു പോവാട്ടോ. അങ്ങനെ അപ്പോഴും വൈജി ഇങ്ങനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ബബിതയും രോഹിത്തും വന്നിട്ട് അമ്മേ, അച്ഛനും കൃഷ്ണയും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇനി അവർ വേറെ വീടെടുത്ത് താമസിച്ചാലോ, അമ്മ ഒന്ന് സമ്മതിച്ചേക്ക്, തൽക്കാലം എന്നാൽ അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, നമുക്ക് പിന്നീട് അവളെ വേറെ എന്തെങ്കിലും വഴിയിലൂടെ പുറത്താക്കാം എന്നൊക്കെ പറയാണ് ബബിത കേട്ടോ. അപ്പോൾ രോഹിത് അതിനെ സമ്മതിക്കുന്നില്ല. അവൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ, നീ എന്തറിഞ്ഞിട്ടാ ബബി സംസാരിക്കുന്നത് എന്ന് പറയുന്നു രോഹിത്തും. അപ്പോൾ രണ്ടുപേരുടെയും ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളൊന്ന് നിർത്ത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കട്ടോ വൈജ രാജീവിനെ വിളിക്കുന്നുണ്ട്. രാജീവേട്ട, മനു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നീ അതിന് സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല രാജീവേട്ട, പക്ഷേ അവർ വേറൊരു വീടെടുത്ത് താമസിക്കാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആകെ നാണക്കേടാവത്തില്ല എന്ന് പറയുമ്പോൾ ആർക്കാ വൈജ നാണക്കേട്? ബാലചന്ദ്രൻ തന്നെയല്ലേ നാണക്കേട്? ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ അയാളെ തന്നെയല്ലേ കുറ്റം പറയത്തുള്ളൂ. ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയും മക്കളെയും വിട്ടിട്ട് മറ്റൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറയുമ്പോൾ ശരിയാണ്, പക്ഷെ എന്നാലും നമ്മളും കൂടി നാണം കെട്ടു പോവല്ലേ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ എന്ന് ചോദിക്കട്ടോ. അതുമാത്രമല്ല ബാലചന്ദ്രൻ്റെ ആണെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് ജ്വല്ലറീൻ്റെയും അതുപോലെ ടെക്സ്റ്റൈൽസും ഒക്കെ അവളുടെ പേരിലേക്ക് മാറ്റി എഴുതാൻ പോവാണെന്നാണ് മനു പറഞ്ഞത് എന്ന് പറയാട്ടോ. അപ്പോൾ തൻ്റെ സ്വത്തൊക്കെ അലീനയ്ക്ക് എഴുതി കൊടുക്കും എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീന തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ.
അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ അയാൾ ചെയ്യൂ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് കേസിന് പോകാം എന്ന് പറയുമ്പോൾ അത് കേസിനൊന്നും പോയിട്ട് കാര്യമില്ല രാജീവേട്ട. കേസിന് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ തോറ്റു പോകത്തുള്ളൂ. തൻ്റെ സ്വത്ത് താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള അവകാശം ആ ഓണർക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കേസിന് പോയിട്ടൊന്നും കാര്യമില്ല. അതെങ്ങനെ ശരിയാകും? മക്കൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്തല്ലേ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബാലചന്ദ്രൻ അവളുടെ പേരിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കേസിന് പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് രാജീവ് ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, എന്താണ് മനു ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ പേരിലേക്ക് സ്വത്തൊക്കെ എഴുതി വെക്കുന്നോ? തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ വേറെ വീടെടുത്ത് താമസിക്കുന്നോ? ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല കൊച്ചച്ഛനെല്ലാം കൂടി ഉണ്ടാക്കിയ കാര്യമല്ലേ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളാക്കിയത് കൊച്ചച്ഛനാണ്. ഇനി കൊച്ചച്ഛൻ തന്നെ ആൻറ്റിയെ വിളിച്ച് ഇതിനൊരു തീരുമാനമാക്കിയേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ അങ്കിള് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും, വേറൊരു വീടെടുത്ത് താമസിക്കുകയും ചെയ്യും, കടയൊക്കെ അലീനയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയും ചെയ്യും എന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ രാജീവ് ഇതിപ്പോൾ ആകെ പെട്ടുപോയൊരവസ്ഥയിലാണ്. അപ്പോൾ കമല വന്നിട്ട് പറയുന്നുണ്ട്, ഇത് എവിടുത്തെ ന്യായമാണ് മനു? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്താണെങ്കിലും മംഗള് ചെയ്യാൻ പോവാണ് എന്ന് പറയാണ് മനു. എന്നിട്ട് മനു മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയും അലീനയും അതുപോലെ കൃഷ്ണമോളെയാണ്. ഇപ്പോൾ അലീനയും കൃഷ്ണമോളും തമ്മിൽ ഭയങ്കര സ്നേഹമാട്ടോ. അലീനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃഷ്ണ അറിഞ്ഞു എന്നുള്ളത് അലീനയ്ക്ക് അറിയില്ല. പക്ഷേ കൃഷ്ണ അത് ഉള്ളിൽ വെച്ചിട്ടാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചേച്ചിയോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടൊന്നുമല്ല ചേച്ചിയോട് മിണ്ടാതെ നടന്നത്, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഓർത്തിട്ടാണ്, എന്നോട് ക്ഷമിക്കണേ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ നിന്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. അത് ഏതൊരു മകളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നീ ആഗ്രഹിച്ചത്. നീ അതിന് വേണ്ടിയിട്ടാണ് നിന്നത്, അല്ലാതെ നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവും ഇല്ല, നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയാണ് നീ എന്നൊക്കെ പറയുമ്പം കൃഷ്ണമോള് ഇങ്ങനെ മനസ്സിൽ പറയണം, അതേ ചേച്ചി, ഞാൻ ചേച്ചിയുടെ സ്വന്തം അനിയത്തിയാണെന്ന് ഇപ്പോൾ ചേച്ചിക്കും അറിയാം, അതുപോലെ എനിക്കും അറിയാം, എന്താണെങ്കിലും എനിക്കറിയാമെന്നുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ഇവരുടെ സ്നേഹം കണ്ടിട്ട് ബാലചന്ദ്രനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് മനുവിനെ വിളിക്കുന്നുണ്ട്. എന്തായി മനു, നീ പറഞ്ഞോ, സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സംസാരിച്ചു എങ്കിലേ, പക്ഷേ ആൻറ്റി അടുക്കുന്ന ലക്ഷണമില്ല. എന്നാൽ പിന്നെ വേറെ വഴിയില്ല, ഞാൻ വേറൊരു വീട് നോക്കാൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് താമസം മാറും, ഇങ്ങനെ റിസോർട്ടിലൊന്നും ഒരുപാട് നാൾ താമസിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയണം. അങ്കിള് വെയിറ്റ് ചെയ്യ്, ഞാൻ ഒന്നുകൂടി സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കണമെന്നില്ല, ഞാൻ കൊച്ചച്ഛനും കുറച്ച് നല്ല ഇത് കൊടുത്തിട്ടുണ്ട്, മിക്കവാറും കൊച്ചച്ഛൻ തന്നെ ഇന്ന് സംസാരിച്ച് അതിനൊരു തീരുമാനമാക്കും എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒരുപാട് നാളൊന്നും അലീന അവിടെ താമസിക്കാൻ പോകുന്നില്ല, ഒരു വർഷം, എന്തായാലും ഒരു വർഷം അലീനെ എനിക്ക് അവിടെ നിർത്തിയേ പറ്റത്തുള്ളൂ, അതിനുള്ളിൽ ഞാൻ അവളെ അവിടെ നിന്ന് മാറ്റും എന്ന് പറയണം. ഒരു വർഷം കഴിഞ്ഞാൽ അലീനെ അങ്കിൾ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറയാം നിന്നോട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന രാജീവ് വൈജയന്തിയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ബാലചന്ദ്രൻ പറയുന്നത് നമുക്ക് കേൾക്കാം, അയാളുടെ മുന്നിൽ നമുക്ക് തോറ്റു കൊടുക്കാം, അല്ലാതെ വേറെ വഴിയില്ല, അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോകും, അവളുടെ പേരിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറയട്ടോ. എന്നാലും രാജീവേട്ട, അവളെ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ കയറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ ഒരിക്കലും അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുത്തു എന്ന് തോന്നരുത്, പക്ഷേ അവൾ വന്നു കഴിഞ്ഞാലും അവളെ ഭയന്ന് നിൽക്കുന്നത് പോലെ നിൽക്കരുത്. ബാലചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ അയാളെ വെറുപ്പിക്കാനായിട്ട് പോവുകയും വേണ്ട, അലീനയോട് ഇപ്പോഴത്തെ സ്റ്റാൻഡ് വിട്ട് പെരുമാറുകയും വേണ്ട, പക്ഷേ അവളെ ഇറക്കി വിടാൻ തൽക്കാലം നോക്കണ്ട, അവൾ അവിടെ നിൽക്കട്ടെ, ജോലിയൊക്കെ ചെയ്ത് അവൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ രാജീവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നാൽ രാജീവേട്ടൻ തന്നെ മനുവിനോട് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ അത് വേണ്ട, നീ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്, അതാണ് നല്ലത് എന്ന് പറയാണ്. അങ്ങനെ മനുവിനെ വിളിച്ച് പറയാണ് വൈജയന്തി, കുഴപ്പമില്ല, എന്നാൽ പക്ഷേ ഞാൻ അവളെ അംഗീകരിച്ചതുകൊണ്ടോ ഞാൻ അവളുടെ മുന്നിൽ തോറ്റു കൊടുത്തതുകൊണ്ടോ ഒന്നുമല്ല, എനിക്ക് എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് കിട്ടണം, അല്ലാതെ മോളെ മാത്രമായിട്ട് പറഞ്ഞയക്കുന്നില്ലല്ലോ, മോൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ കൃഷ്ണമോള്, അതുകൊണ്ട് അവളുടെ ആ ഒരു കാര്യം ഓർത്തിട്ട് മാത്രമാണ്, അവളുടെ ഭാവി, അവളുടെ പഠിത്തം ഒക്കെ പോവില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അലീനയോട്
അലീനയും കൂട്ടിയിട്ട് തിരിച്ചു വരാൻ തന്നെ വൈജ സമ്മതിച്ചേക്കാണ്. അതായത് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളൊരു സമ്മതം. കാരണം ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രനെ അലീനയെ കൂട്ടിയിട്ട് തൻ്റെ വീട്ടിലേക്ക് വരാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇനി വന്നു കഴിഞ്ഞാൽ ഇനി അലീനയെ പറഞ്ഞയക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ. സ്വത്തൊക്കെ പോകുമെന്ന് കേട്ടപ്പോൾ ആകെ പേടിച്ചു പോയി. അപ്പോൾ അങ്ങനെ തിരിച്ചു വരികയാണ് ബാലചന്ദ്രനും അലീനയും കൃഷ്ണയും കൂടെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് വൈജയാണെങ്കിൽ കല്ല് പോലെ നിൽക്കുക കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ മനു ഉണ്ടായിരുന്നു അവരുടെ കൂടെ കേട്ടോ. മനു കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ അലീന ഇങ്ങനെ ആകെ പേടിച്ചാണ് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഭയങ്കര പേടിയുണ്ട് കേട്ടോ അലീനയ്ക്ക് വൈജയുടെ മുന്നിലേക്ക് ചെല്ലാനായിട്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുക, ഇത് പുതിയൊരു തുടക്കമാണ്. ഇപ്പം നിന്നെ ഞാനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇനി ഞാൻ അറിയാതെ നീ ഈ വീടിൻ്റെ പടി പുറത്തിറങ്ങി പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇല്ല അച്ഛാ, ചേച്ചി എങ്ങോട്ടും പോവാതെ ഞാൻ നോക്കിക്കോളാം ചേച്ചിയെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും വിടത്തില്ല. ഇനി എൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ ഒരിക്കലും ചേച്ചിയെ പറഞ്ഞേക്കാൻ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കത്തില്ല, ആരുടെയും കൂടെ നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന സമയത്ത് അലീന കാണുന്നത് വൈജ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ കൃഷ്ണയെ കണ്ടിട്ട് വൈജയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി കൃഷ്ണയെ കാണാതിരുന്നിട്ട്. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ വൈജയെ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ് കൃഷ്ണ നിൽക്കുന്നത്. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണമോളെ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണ ഒന്ന് ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകട്ടോ. ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വൈജയെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അകത്തേക്ക് കയറി പോകണം. അങ്ങനെ ബാലചന്ദ്രനും തൻ്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അതേസമയം പുറകിൽ അലീനയും വരുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, അലീന ആ ബാഗൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് എനിക്ക് നല്ലൊരു കോഫി ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറയാട്ടോ. അപ്പോൾ അലീന തലയാട്ടുന്നുണ്ട്. വൈജയെ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. അലീന ഇങ്ങനെ വൈജയെ നോക്കുമ്പോൾ വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ ഗൗരവത്തിൽ അലീനയെ തുറിച്ചു നോക്കുകയാണ് വൈജയന്തി. അങ്ങനെ അലീനയാണെങ്കിൽ ആ ബാഗൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചെല്ലുക കേട്ടോ. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ മുത്തശ്ശി ആകെ അമ്പരന്ന് പോവാണ്. നീ വന്നോ? നീ എങ്ങനെയാണ് വന്നത്? ആരുടെ കൂടെയാണ് വന്നത്? ബാലചന്ദ്രൻ വന്നോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ മനു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. ആ മുത്തശ്ശി അലീന മാത്രമല്ല ബാലചന്ദ്രൻ അങ്കിളും വന്നു, കൃഷ്ണയും വന്നു എന്ന് പറയാട്ടോ. ആ വൈജ സമ്മതിച്ചോ ഇവളെ കൊണ്ടുവരാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻറ്റിക്ക് സമ്മതിക്കേണ്ടി വന്നു, അല്ലാതെ വേറെ വഴിയില്ലായിരുന്നോ എന്ന് പറയാട്ടോ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും അലീന തിരിച്ചു വന്നു മുത്തശ്ശി, അത് മാത്രം അറിഞ്ഞാൽ മതി, ഇനി ആൻറ്റി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറയണം. ഇനി ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ വൈജ മുന്നിട്ട് നിൽക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, അതിനൊക്കെ നല്ല തട ഇട്ട് പൂട്ടിയിട്ടാണ് അങ്കിള് ഇവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് എന്ന് പറയണം. അപ്പം മുത്തശ്ശിക്ക് ചെറുതായിട്ട് സന്തോഷം ആവുന്നുണ്ട് കേട്ടോ. കാരണം അലീന ഇവിടെ നിൽക്കുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടമാണ്. പക്ഷേ വൈജയെ വെറുപ്പിച്ചുകൊണ്ട് വൈജയെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്നും മുത്തശ്ശിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവള് പോയേ പിന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോവാൻ വേണ്ടി തന്നെയല്ലേ മുത്തശ്ശിയും ആഗ്രഹിച്ചത് എന്ന് ചോദിക്കുകയാണ് അലീന. അത് മോളെ, നീ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ വൈജയോടൊക്കെ എതിർത്ത് എങ്ങനെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റും അത് ഓർത്തിട്ടാണ് എന്ന് പറയാട്ടോ. എന്താണെങ്കിലും നീ വന്നല്ലോ, എനിക്ക് സമാധാനമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയോട് മനു പറയുന്നുണ്ട്, അലീനയുടെ അടുത്ത് അങ്കിള് ഒരു കോഫി ചോദിച്ചായിരുന്നു, വേഗം കൊണ്ടുപോയി ചെല്ല് എന്ന് പറയട്ടോ. എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന പെട്ടെന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കോഫി ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ ആ സമയത്ത് വൈജ ഹോളിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. വൈജയെ കണ്ടപ്പോൾ അലീന ആകെ ടെൻഷനായി പോവുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ വൈജയെ പാസ് ചെയ്ത് കിച്ചണിലേക്ക് പോകണമല്ലോ. അപ്പം മെല്ലെ ഇങ്ങനെ പോകുമ്പോൾ നിക്കടി എവിടെ എന്ന് പറയണം വൈജ. അപ്പോൾ അലീന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൽക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, നീ ജയിച്ചു എന്ന് കരുതണ്ട, നിന്നെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിച്ചത്. ഇനി നീ എൻ്റെ ശരിക്കുള്ള മുഖം, എൻ്റെ യഥാർത്ഥ മുഖം നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി നിന്നെ ഞാനിവിടെ നല്ലതുപോലെ വാഴിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവളോട് വീണ്ടും പോരിനിറങ്ങുകയാണ്. നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാതിരിക്കാനല്ലേ ഇവിടുന്ന് ഓർഡർ ഉള്ളൂ, നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് എന്നല്ലേ ഇവിടെ എനിക്ക് കിട്ടിയ ഓർഡർ. ഇവിടെ നിന്ന് ജീവനും കൊണ്ട് നീ ഓടുന്നത് ഞാൻ കാണിച്ചു തരാം, എനിക്കിവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് നീ ഓടിപ്പോകുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളെ വീണ്ടും ഭീഷണിപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ അത് കേട്ടിട്ട് ആകെ വിഷമിച്ച് പോകുന്നുണ്ട്. പിന്നെ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കോഫി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ കോഫി ഉണ്ടാക്കിയിട്ട് ബാലചന്ദ്രനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞോ നിൻ്റെ മാഡം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എന്താണ് നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ
ഇവിടെ നിന്ന് പോകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടോ. നമുക്ക് നോക്കാം അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഒന്നും നടക്കാൻ പോകുന്നില്ല, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, വേറെ ഒന്നും നടക്കില്ല. നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് ഈ പ്രശ്നം സോൾവ് ആക്കാനായിട്ട് നോക്കാം. നമ്മുടെ 2 പേരുടെ മനസ്സിനെയും ആദ്യം ഒന്ന് തണുപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സെറ്റാക്കാം എന്ന് പറയണം. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നീ വിഷമിക്കരുത്, ഇപ്പോൾ നീ ഉള്ളതാണ് എൻ്റെ ഒരു ബലം. നീ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, ഞാനും തകർന്നു പോകും, എൻ്റെ മക്കളും തകർന്നു പോകും എന്ന് പറയണം. ഇപ്പോൾ ബബിതയും രോഹിതൊക്കെ നിനക്കെതിരായിരിക്കും, പക്ഷെ അവരും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയണം. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് ആ കപ്പൊക്കെ വാങ്ങിയിട്ട് അലീന താഴേക്ക് ചെല്ലുന്ന സമയത്ത് വീണ്ടും വൈജ അവിടെ തന്നെ നിൽക്കട്ടോ. എത്ര നേരമായി മുകളിലേക്ക് പോയിട്ട് ഇത്രയും നേരം നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? കോഫി കൊടുത്താൽ ഇങ്ങോട്ടേക്ക് പോന്നൂടെ എന്ന് ചോദിച്ച് വീണ്ടും അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മ എന്തിനാണ് ഏത് സമയം ചേച്ചിയോട് വഴക്കിടുന്നത്? ചേച്ചി അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം കൂടുതൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോളെ നീ ചെറുതാണ്, നിനക്കൊന്നും അറിയത്തില്ല, നീ വന്ന് കയറിയപ്പോൾ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്തോ? നീ മൈൻഡ് ചെയ്യാതെ കയറിപ്പോയില്ലേന്ന് ചോദിക്കുമ്പോൾ അതെ, റെസ്പെക്റ്റും മൈൻഡും സ്നേഹമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടി തോന്നണം, അതിന് കൊടുക്കാനൊക്കെ അർഹത ഉണ്ട് എന്നുള്ളത്, എന്നാലേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കടിച്ചു കീറുന്ന സ്വഭാവം കൊണ്ട് നിൽക്കുന്ന ആളോട് ആരാ സ്നേഹത്തോടെ നോക്കുക, ആരാ ഓടിച്ചില്ല? ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാണ് കൃഷ്ണ കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പം എൻ്റെ മക്കളെ കൂടെ എനിക്കെതിരെ തിരിച്ചേക്കാണ് ഇവളെ ഞാൻ അധികം ഇവിടെ വെച്ച് വാഴിക്കത്തില്ല, ഇവളെ തന്നെ ജീവനം കൊണ്ട് ഇവിടെ നിന്ന് ഓടും എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, അലീന ചേച്ചി ഇവിടെ നിന്ന് പോവത്തൊന്നുമില്ല, അലീന ചേച്ചി ഇവിടെ തന്നെ ജീവിക്കും, ഞാൻ എങ്ങനെയാണോ അമ്മയ്ക്ക് അതുപോലെ തന്നെയാണ് അലീന ചേച്ചിയും അമ്മയ്ക്ക് എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് അലീനയൊക്കെ ഷോക്കാവുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? നീ എങ്ങനെയാണോ എനിക്ക് അതുപോലെയാണ് അലീനയെന്നോ? അപ്പം കൃഷ്ണയ്ക്കാണെങ്കിൽ പറഞ്ഞത് അബദ്ധമായോ എന്നിങ്ങനെ തോന്നുകയാണ്. അതായത് അമ്മയ്ക്ക് എന്നെപ്പോലെ തന്നെ അലീന ചേച്ചിയും കണ്ടാൽ എന്താ കുഴപ്പം? അലീന ചേച്ചി അമ്മയുടെ മോളാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ അലീന ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ, പിന്നെ മോളായിട്ട് കാണാൻ പറ്റിയൊരു സാധനം ഏതോ ഒരുത്തി പഴച്ച് എവിടെയോ ഓർഫനേജിൽ കൊണ്ടുപോയി തള്ളി ഇവളെ ഞാൻ മോളായിട്ട് കാണണോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ കൃഷ്ണയ്ക്ക് ഇങ്ങോട്ട് അരിച്ച് കയറുകയാണ് പറയാനായിട്ട്. അലീന ചേച്ചിയെ പിഴച്ച് പ്രസവിച്ച സ്ത്രീ ഈ നിൽക്കുന്ന അമ്മ തന്നെയാണെന്ന് പറയാനായിട്ട് നാവിലിങ്ങനെ വരും കേട്ടോ. പക്ഷേ കൃഷ്ണ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്, പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായിരിക്കും. അച്ഛന് വാക്ക് കൊടുത്തതാണ്, ആരോടും പറയത്തില്ല, അറിഞ്ഞതായിട്ട് ഭാവിക്കത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് കൃഷ്ണ പറയുന്നില്ല കേട്ടോ തൽക്കാലം. പക്ഷേ അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് വൈജയോട് എതിർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കൃഷ്ണ. ഇനിയിപ്പോൾ കൃഷ്ണ അറിഞ്ഞു അലീന തൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്നുള്ള വിവരം കൃഷ്ണ അറിഞ്ഞു. ഇനി നമ്മുടെ ബബിതയുടെ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ബബിതയും അറിയുന്നുണ്ട് കേട്ടോ അലീന സ്വന്തം ചേച്ചിയാണ് എന്നുള്ളത്. അതുപോലെ രോഹിത്തിൻ്റെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് രോഹിത്തും അറിയുന്നുണ്ട്. അങ്ങനെ മക്കൾ 3 പേരും വൈജയ്ക്ക് എതിരായിട്ട് അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് ബാലചന്ദ്രൻ്റെ കൂടെ തന്നെ കട്ടക്ക് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും പകയും ഒക്കെ കൂടുകയാണ് അലീനയോട്. അപ്പം എല്ലാവരും തന്നിൽ നിന്ന് മാറി അവളുടെ പക്ഷം നിൽക്കുമ്പോൾ എനിക്കെതിരെ എൻ്റെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഭയങ്കര ക്രൂരമായ പ്രവൃത്തിയൊക്കെ വൈജ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഇനി ഒരു ദിവസം പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.